ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ വ്യാഖ്യാനത്തിനായിട്ട് തന്നിരിക്കുന്ന വിഷയം ഗുരുദേവൻ്റെ ജാതി നിർണയമാണ്. ഗുരുദേവൻ്റെ പ്രബോധാത്മക കൃതികളിൽ ഏറ്റവും ചെറുതാണെന്ന് തോന്നുമെങ്കിലും ബൃഹത്തായ ഒരാശയം ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണിത്. സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വളരെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ളതുമായ ഒരു കൃതിയാണ് ജാതി നിർണയം. കേരളം ജാതി പിശാചിന്റെ ബാധയിൽ അമർന്ന് ഒരു ഭ്രാന്താലയമായി മാറിയ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ അവതരിക്കുന്നത്. ഗുരുദേവന്റെ അവതാര ലക്ഷ്യം തന്നെ ജാതി നിരാകരണമാണെന്ന് കാണാം. ഏതാണ്ട് നൂറ്റാണ്ട് മുൻപ്, അതായത് 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഈ കൃതി രചിച്ചിട്ടുള്ളതെന്ന് കാണാം. എന്താണ് ജാതി, എന്തല്ല ജാതി എന്നെല്ലാം ഗുരുദേവൻ ഇതിൽ ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഈ കൃതി എന്ന് നോക്കാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാദിരസ്യൈവം ഹാത്വത്വം വ്യക്തികോപിനാ. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, ജാതിർഗോത്വം ഗവാം യഥാ. ഗവാം യഥ എന്ന് പറഞ്ഞാൽ, ഗവാം എന്ന് പറഞ്ഞ പശുക്കൾക്ക് യഥാ എപ്രകാരം, പശുക്കൾക്ക് എപ്രകാരമാണോ ഗോത്വം ജാതിയായി പരിഗണിക്കപ്പെടുന്നത് അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് ഈ മനുഷ്യത്വം? നമ്മൾ പറയില്ലേ, സാധാരണ നമ്മൾ പറയാറുണ്ട്, അവൻ നല്ല ദീനാനുകമ്പയുള്ളവനാണ്, നല്ല മനുഷ്യത്വമുള്ളവനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ മനുഷ്യത്വമാണോ ഗുരുദേവൻ ജാതി നിർണയത്തിൽ പറയുന്ന മനുഷ്യത്വം? അല്ല, അതല്ല ഗുരുദേവൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യനെ മറ്റുള്ള ജന്തുവർഗങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതാണ് മനുഷ്യത്വമായിട്ട് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. ആ അതായത് മനുഷ്യനെ കണ്ടാൽ അറിയാം ഇതൊരു മനുഷ്യനാണ്. ഏത് ജന്തുവർഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ നിന്നാലും അത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അത് ഈ ഭൂലോകത്തിൽ എവിടെയായാലും മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവ്, അതാണ് ഏകജാതി, മനുഷ്യജാതി എന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ബ്രാഹ്മണാദിരസ്യേവം ഹാത്വത്വം വ്യക്തികോപിന. ഈ ബ്രാഹ്മണാദി ചാതുർവർണ്ണത്തിൽ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ മുതലായ ചാതുർവർണ്ണവോ അല്ലെങ്കിൽ നമ്പൂതിരി, നായർ, ഈഴവൻ, പറയൻ മുതലായ ജാതി തിരിവോ ഒന്നും ജന്മനാൽ ലഭിക്കുന്നതല്ല എന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഈ യാഥാർത്ഥ്യം, തത്വം വ്യക്തികോപിന, ഈ തത്വം, ഈ യാഥാർത്ഥ്യം ആരും അറിയുന്നില്ലല്ലോ എന്നാണ് ഗുരുദേവൻ പറയുന്നത്. പിന്നെ ഗുരുദേവൻ നമുക്ക് പറയാം, അപ്പൊ ഇത് സംസ്കൃതത്തിലാണ്. ഈ 4 വരി ഗുരുദേവൻ സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. കാരണം സംസ്കൃതത്തിൽ എന്തെഴുതിയാലും പ്രമാണമായി കരുതിപ്പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണാദികളെല്ലാം ദേവഭാഷയായ സംസ്കൃതമാണല്ലോ ഉപയോഗിച്ചിരുന്നതെന്ന്. അപ്പോൾ അവരും കൂടി ഈ സംസ്കൃത ഭാഷയിൽ എഴുതിയ കൃതി പഠിക്കട്ടെ, അവരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാവും ഗുരുദേവൻ സംസ്കൃതത്തിൽ എഴുതി വെച്ചത്. പിന്നെ ഗുരുദേവൻ ജാതി മീമാംസ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നുണ്ട്. അത് മലയാളത്തിലാണ് 5 പദ്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യർക്ക് ജാതി ഒന്നേയുള്ളൂ, മനുഷ്യന് മതം ഒന്നേയുള്ളൂ, മനുഷ്യന് ദൈവം ഒന്നേയുള്ളൂ, മനുഷ്യനെ ഉൽപ്പത്തി സ്ഥാനം ഒന്നേയുള്ളൂ, മനുഷ്യർക്ക് ഒരാകാരമേയുള്ളൂ. അതായത് ജാതി എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറിയുന്ന ജാതി, തരംതിരിച്ച് കണ്ടാൽ മനസ്സിലാവുന്ന മനുഷ്യൻ എന്ന ജാതിയാണ്. മതം എന്ന് പറഞ്ഞാൽ ആത്മമതം, അതായത് അവനവനിൽ ഇരിക്കുന്ന ജീവാത്മാവ്. ആ ജീവാത്മാവിനെ കണ്ടെത്തലാണ് പരമമായ മതം.
അത് തന്നെയാണ് പരമാത്മാവായി മാറുന്നത്. അതാണ് ഏക ദൈവം. ദൈവം ഒന്നേയുള്ളൂ, ഈ പരമാത്മ ചൈതന്യം. അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ ഒരു യോനി, ഉൽപ്പത്തി സ്ഥാനം ഒന്നേയുള്ളൂ. അതായത് എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഒരുപോലെ, നമ്മുടെ സന്തതി പരമ്പരയുണ്ടാകുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ്. എവിടെ നിന്നാലും തിരിച്ചറിയാവുന്ന ഒരു ആകൃതിയും മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരേ ആകൃതിയെ മനുഷ്യനേ ഉള്ളൂ. അതാണ് ആ വരിയിൽ കൊണ്ട് ഗുരുദേവൻ വിവക്ഷിക്കുന്നത്. പിന്നെ ഗുരുദേവൻ പറഞ്ഞു തരുന്നത്, ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നേടുന്നു സന്തതി, നരജാതിയോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. ഒരു ജാതിയിൽ നിന്നാണ് നമ്മുടെ സന്തതി പരമ്പരകൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഒരു ജാതിയിൽ നിന്ന്, അതായത് മനുഷ്യജാതിയിൽ നിന്ന് തന്നെയാണ് മനുഷ്യക്കുട്ടികൾ മുഴുവൻ ഉണ്ടാവുന്നത്. അത് നമുക്ക് ചുറ്റും നമുക്ക് അറിയാവുന്ന ഒരു കാര്യവും ഗുരുദേവൻ നമുക്ക് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യർ മുഴുവനും ഒരു ജാതിയിലുള്ളതാണെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നമുക്ക് ഗുരുദേവൻ പറഞ്ഞു തരുന്നത്. നരജാതിയിൽ നിന്നല്ലോ പിറന്നേടുന്നു വിപ്രനും, പറയനും താനുമെന്നുള്ളതന്തരം നരജാതിയിൽ. നോക്കിക്കോ, പറയനും വിപ്രനും എല്ലാവരും നരജാതിയിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. നരജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയിൽ നിന്ന് തന്നെയാണ്. ഈ വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ മുതൽ താഴെ ഇടയിലുള്ള എന്ന് പറയപ്പെടുന്ന പറയൻ വരെ ജനിക്കുന്നത് നരജാതിയിൽ നിന്ന് തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ നരജാതി എന്ന് പറയുന്നത് ഒരു ജാതി തന്നെയാണെന്ന് യുക്തിയുക്തം നമുക്ക് പറഞ്ഞു തരുന്നു. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. പരാശര മഹാമുനി പുരാണങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. പരാശര മഹാമുനി പിറന്നത് ഒരു പറയ സ്ത്രീയിലാണ്. പരാശര മഹാമുനിയുടെ മകൻ വേദവ്യാസൻ ജനിച്ചതോ കൈവർത്ത കന്യ, അതായത് മുക്കുവ കന്യകയിലാണെന്ന്. മറസൂത്രിച്ച എന്ന് പറയുമ്പോൾ മറ എന്നുള്ള വേദങ്ങൾ എന്നാണ് അർത്ഥം. ഈ വേദങ്ങൾ സൂത്രിച്ച, ചരടിൽ കോർത്തിണക്കിയ, അതായത് വേദങ്ങളുടെ സാരാംശമെല്ലാം ഉൾക്കൊണ്ട് ബ്രഹ്മസൂത്രം രചിച്ച വേദവ്യാസൻ ജനിച്ചത് ഒരു മുക്കുവ കന്യകയിലാണ്. പക്ഷെ ഇവരെല്ലാം ശ്രേഷ്ഠ ജന്മങ്ങളല്ലേ? ഇവരെ ആരെങ്കിലും തരം താഴ്ത്തി കാണുന്നുണ്ടോ? അപ്പൊ ഇതിലെന്തെങ്കിലും ഭേദമുണ്ടോ? ഈ ജാതി ഇന്ന ജാതിയിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ ഒരു ഭേദവുമില്ല എന്നാണ് ഗുരുദേവൻ അവിടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ എവിടെയാണ് ഒരു ഭേദമുള്ളത്? എന്തെങ്കിലും ഭേദമുണ്ടെങ്കിൽ അതെന്താണ്? എല്ലാ ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ, ചൊല്ലേറും വ്യക്തിഭാവത്തിലല്ലേ ഭേദമിരുന്നിടൂ. എവിടെയാണ് ഭേദം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്? വ്യക്തിഭാവത്തിലാണ്. ആ വ്യക്തിഭാവങ്ങൾ മാറ്റം വരാവുന്നതുമാണ്. വ്യക്തിഭാവം എന്ന് പറഞ്ഞാൽ അതായത് നല്ല വ്യക്തിത്വവും വിവേകവും ഗുണകർമ്മങ്ങളും ഉള്ള മനുഷ്യർക്കാണ്, അവരാണ് ശ്രേഷ്ഠന്മാരായിട്ടായിരിക്കുന്നത്. അല്ലാതെ ജന്മനാൽ ലഭിക്കുന്ന ജാതിയിലല്ല ശ്രേഷ്ഠത. ഇത് ഗുരുദേവൻ നമുക്ക് യുക്തിയുക്തമായിട്ട് പറഞ്ഞു തരികയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ സമകാലീന സംഭവങ്ങൾ ഓർക്കുമ്പോൾ കേൾക്കുമ്പോഴും ഇപ്പോഴും ഈ ഗുരുദേവ ദർശനം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോഴും ഒരാളുടെ വേഷഭൂഷാദികൾ കാണുമ്പോഴോ പേര് കേൾക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ചിന്തയിലേക്ക് അവരെന്ന ജാതിയാണ് എന്നുള്ളൊരു കാര്യം ചിന്തയിലേക്ക് ഓർമ്മ വരും. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർ ഒരു വർഗമാണ്, ഒന്നേയുള്ളൂ, അത് ഒരിനമാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും നമ്മളുടെ സന്താനങ്ങളെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ടതുമായ കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് ഈ ദർശനം ഉൾക്കൊണ്ട് വളരാനായിട്ട് നമ്മുടെ സന്താനങ്ങളെ പഠിപ്പിക്കാം. അവരെ നല്ല വ്യക്തിഗുണമുള്ളവരായും നല്ല ഗുണകർമ്മങ്ങൾ ഉള്ളവരായും തിരിച്ചറിവുള്ളവരായും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുദേവ തൃപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.